വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടലിലെ നാവിക സന്നാഹങ്ങളെയും അമേരിക്ക പിൻവലിക്കുകയാണ്. മാസങ്ങളായി മേഖലയിലെ US സൈനിക ഓപ്പറേഷനുകളുടെ കേന്ദ്രമായിരുന്ന ഹാരി എസ് ട്രൂമാൻ യുദ്ധക്കപ്പലിനെ തിരിച്ചു വിളിച്ചതായുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ദിവസങ്ങൾക്കകം കപ്പൽ പശ്ചിമേഷ്യ വിടുമെന്നാണ് മുതിർന്ന US വൃത്തത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളും ഇതേ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ഓപ്പറേഷൻ ചെറുക്കാനായി 2024 ഡിസംബറിലാണ് തങ്ങളുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നിനെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നത്. USS ഹാരി എസ് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പലായിരുന്നു അത്. 1100 അടി നീളവും 1 ലക്ഷത്തോളം ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുമുള്ള ഭീമൻ പടക്കപ്പൽ. വിർജീനിയയിലെ നോർഫോക്ക് നേവൽ ബേസിൽ വിശ്രമിക്കുകയായിരുന്ന ഹാരി എസ് ട്രൂമാൻ അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് സൂയസ് കനാൽ വഴി ചെങ്കടലിൽ പ്രവേശിച്ചു. പശ്ചിമേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നങ്കൂരമിട്ട് ഓപ്പറേഷനും തുടക്കമിട്ടു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചത്. ഇസ്രായേൽ കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഹൂത്തികളുടെ ഓപ്പറേഷൻ. പുറത്തുനിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേലിൽ നിന്ന് പുറത്തേക്കും ചരക്കും ആയുധങ്ങളുമായി സഞ്ചരിച്ച കപ്പലുകളെയെല്ലാം യമൻ സായുധ സംഘം ആക്രമിച്ചു. ഇസ്രായേലിനെ സാമ്പത്തികമായി തകർത്ത ഓപ്പറേഷന് തിരിച്ചടിയായി ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചെങ്കിലും ഹൂത്തികൾ 1 ഇഞ്ച് പിന്നോട്ട് പോയില്ല. നാവിക സഖ്യം തോൽവി സംബന്ധിച്ച് പിന്മാറുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ഭരണം ഏറ്റെടുത്ത് 2 മാസത്തോളം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലോ പശ്ചിമേഷ്യൻ സംഘർഷത്തിലോ അമേരിക്ക നേരിട്ട് ഇടപെട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാർച്ച് 15-നാണ് ഹൂത്തികൾക്കെതിരെ ട്രംപ് വൻ സൈനിക ഓപ്പറേഷന് ഉത്തരവിടുന്നത്. ഹാരി എസ് ട്രൂമാനിൽ നിന്നും മേഖലയിലെ US സൈനിക താവളങ്ങളിൽ നിന്നും യമൻ ലക്ഷ്യമാക്കി 100 കണക്കിന് മിസൈലുകൾ വർഷിച്ചു. 100-ലേറെ യമനികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി ഹൂത്തികളെ വകവരുത്തിയെന്നും ഹൂത്തി താവളങ്ങൾ തകർത്തെന്നും US സൈന്യം അവകാശപ്പെട്ടു. 1 മാസം കൊണ്ട് ഹൂത്തികളെ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനായിരുന്നു ട്രംപിന്റെ ഉത്തരവ്. എന്നാൽ 1 മാസം പിന്നിട്ട് ട്രംപ് പ്രോഗ്രസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ നഷ്ടക്കണക്കുകളായിരുന്നു സൈന്യത്തിന് നിരത്താനുണ്ടായിരുന്നത്. ശതകോടികൾ വിലയുള്ള MQ-9 റീപ്പർ ഡ്രോണുകളിൽ ചുരുങ്ങിയത് 10 എണ്ണമെങ്കിലും ഹൂത്തികൾ തകർത്തിട്ടു. USS ഹാരി ട്രൂമാൻ ലക്ഷ്യമിട്ട് ദിവസവും മിസൈലുകൾ പ്രവഹിച്ചു. കപ്പലിലെ 2 യുദ്ധവിമാനങ്ങൾ കടലിൽ മുങ്ങി. പശ്ചിമേഷ്യയിൽ വിന്യസിച്ച US യുദ്ധക്കപ്പലുകളെല്ലാം നിരന്തരം ആക്രമണത്തിനിരയായി. $1 ബില്യൺ ഏകദേശം 8560 കോടി രൂപയുടെ നഷ്ടമാണ് ഒരൊറ്റ മാസം കൊണ്ട് അമേരിക്കയ്ക്കുണ്ടായത്. ഹൂത്തികളെ ആയുധം കൊണ്ട് തോൽപ്പിക്കാനാകില്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഒടുവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്ക. അതും ഇസ്രായേലിന് ഒരു സൂചന പോലും നൽകാതെ. അതിശക്തമായി ആക്രമിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള വൻ ശേഷി അവർക്കുണ്ടായിരുന്നുവെന്ന് ട്രംപ് തന്നെ തുറന്നു സമ്മതിച്ചു. വലിയ ധീരതയാണ് അവർ കാഴ്ചവെച്ചത്. ഞങ്ങളുടെ കപ്പൽ ഇനി ആക്രമിക്കില്ലെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ട്. അതിനെ മാനിച്ച് തൽക്കാലം ആക്രമണം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയായിരുന്നു അമേരിക്ക. ശരിക്കും ഒരു തോറ്റു മടക്കമായിരുന്നു അത്. ഏറ്റവും ഒടുവിലായി ചെങ്കടലിൽ ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കാൻ വിന്യസിച്ച വിമാനവാഹിനി കപ്പലും പിൻവലിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹാരി എസ് ട്രൂമാന് പകരം പുതിയ കപ്പൽ അയക്കില്ലെന്ന് US വൃത്തം അൽ ജസീറയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം നിർത്തിവെക്കാൻ പരസ്പരം ധാരണയായതാണ്. ഇസ്രായേലിനെതിരായ ആക്രമണം അവർ തുടരുന്നുണ്ടെങ്കിലും കപ്പലിനെ പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവലിക്കുകയാണെന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. തങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെയാണ് യമന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം മേഖലയിൽ US സൈന്യത്തിന്റെ സാന്നിധ്യം തുടരുമെന്നും പുതിയ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് US വൃത്തം അറിയിച്ചിരിക്കുന്നത്. ചെങ്കടലും മെഡിറ്ററേനിയൻ കടലും കേന്ദ്രമായായിരുന്നു USS ഹാരി എസ് ട്രൂമാൻ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. ഇതിനിടയിൽ പലതവണ കപ്പലിന് നേരെ ഹൂത്തി മിസൈലുകൾ എത്തി. ഒരു തവണ ഹൂത്തി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കപ്പൽ വെട്ടിത്തിരിക്കുന്നതിനിടെയാണ് സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനം കടലിൽ പതിച്ചത്. ദിവസങ്ങൾക്ക് പിന്നാലെ മറ്റൊരു വിമാനവും നിയന്ത്രണം നഷ്ടപ്പെട്ട് ചെങ്കടലിൽ മുങ്ങി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൂയസ് കനാൽ വഴി ഒരു ചരക്ക് കപ്പലുമായി ട്രൂമാൻ കൂട്ടിയിടിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. പാനമ കപ്പൽ ബെസിക്ടാസ് M ആണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചരക്ക് കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 2024 ഡിസംബറിൽ USS ട്രൂമാനിലെ മറ്റൊരു സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനവും അപകടത്തിൽപ്പെട്ടിരുന്നു. കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തെ മറ്റൊരു US യുദ്ധക്കപ്പലായ USS ഗെറ്റിസ്ബർഗ് മിസൈൽ അയച്ച് വീഴ്ത്തുകയായിരുന്നു. പൈലറ്റുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും സംഭവം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരുന്നത്.